നമസ്കാരം. 2024 വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയായ 6400 രൂപ വീതം 60 ലക്ഷത്തിൽ പരം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിവിധ ഘട്ടങ്ങളിലായി വിതരണം ആരംഭിക്കുന്നു. കുടിശ്ശികയിൽ ഒരു ഗഡു സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. 2024 വർഷം അവസാനിക്കുന്നതിന്റെ മുന്നോടിയായി ഒരു ഗഡു കൂടി അനുവദിക്കുമെന്ന് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചെങ്കിൽ പോലും ക്രിസ്മസിനോടനുബന്ധിച്ച് വരുന്ന ചിലവുകൾ കണക്കിലെടുത്ത് ആദ്യഘട്ടം എന്നോണം 1600 രൂപയുടെ വിതരണം മാത്രമാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ പെൻഷൻ കുടിശ്ശികയുള്ള ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ള വാർത്തയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത്. ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയാക്കിയ ശേഷം ജനുവരി മാസം ആദ്യവാരത്തോടു കൂടി 1600 രൂപയുടെ ഒരു ഗഡു കൂടി അനുവദിച്ചേക്കും എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ ഗുണഭോക്താക്കൾ, അവിവാഹിത പെൻഷൻ ഗുണഭോക്താക്കൾ, വിവിധ ഇനത്തിലെ ഭിന്നശേഷി പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, വിവിധ ക്ഷേമനിധികൾ വഴി സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന ബോർഡുകൾ വഴിയുള്ള തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് 2025 വർഷത്തിൽ കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി മാസം ആദ്യവാരത്തോടു കൂടി പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും. ജനുവരി മാസം അവസാനത്തോടു കൂടി അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ അദാലത്തുകൾ ആരംഭിക്കുകയാണ്. കൂടുതൽ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.